ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്വീറ്റ് ഹൽവയായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. എല്ലാവരുടെ വീട്ടിലും കപ്പ ഉണ്ടാവും, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ ഫസ്റ്റ് ടൈമാണ് ട്രൈ ചെയ്ത് നോക്കുന്നത്. എനിക്കങ്ങനെ ഹൽവ ഉണ്ടാക്കാനൊന്നും അറിയില്ലായിരുന്നു, ഇത്ര ഈസിയാണെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് എങ്ങനെയാണത് ഉണ്ടാക്കുന്നത് നോക്കാം. കപ്പ് നല്ലവണ്ണം വേവിച്ചെടുക്കണം. നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി അടിച്ചെടുക്കാം. കപ്പയുടെ കഷ്ണങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ അത് അടിച്ചെടുക്കണം. ഇത് നമുക്കിനി മാറ്റി വെക്കാം. അതിന് നമുക്ക് പാൻ ചൂടായ ശേഷം ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും നമുക്ക് വറുത്തെടുക്കാം. നമ്മുടെ അയൽവക്കത്തുള്ള അക്ക പറഞ്ഞു തന്നിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇത് നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ കപ്പ് ഒഴിച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇതെല്ലാം ചെയ്യാൻ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അടി കട്ടിയുള്ള പാൻ തന്നെ നിങ്ങൾ എടുക്കാൻ ശ്രദ്ധിക്കണം. അടുത്തതായി നമുക്കിതിലേക്ക് ഇനി കളർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ റെഡ് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ കയ്യിലുള്ള കളർ ചേർത്ത് കൊടുക്കാം. ഇനി കളർ ചേർത്തിട്ടില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. ഇനി ഇത് നന്നായി നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് നമുക്കിത് മിക്സ് ചെയ്തെടുക്കാം. സ്വീറ്റ് ആയതുകൊണ്ട് തന്നെ മധുരം അത്യാവശ്യത്തിന് ചേർക്കുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര എല്ലാം ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. നിങ്ങൾ മിക്സ് ചെയ്യുന്ന സമയത്ത് നല്ലവണ്ണം ശ്രദ്ധിക്കണം, അടിയിൽ പിടിക്കാത്ത രീതിയിൽ നല്ലവണ്ണം തന്നെ ഇത് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതുപോലെ 2-3 ഏലക്കായ് പൊടിച്ചതും ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ തിളച്ച് വരണം. ലോ ഫ്ലെയിമിലിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതിലേക്ക് 3-4 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലവണ്ണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കപ്പ ഹൽവ ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒരു ബൗളിലേക്ക് മാറ്റി ഒന്നിങ്ങനെ ലെവലാക്കി ഇതൊന്ന് 2-3 മണിക്കൂർ മാറ്റി വെച്ചാൽ ഇതൊന്ന് സെറ്റായി കിട്ടും. ചൂടൊക്കെ മാറി ഒന്ന് സെറ്റായി കിട്ടും. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ഈ പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടണം. ഇതുപോലെ ലെയർ ലെയറായിട്ടുള്ള പരുവത്തിൽ തന്നെ നമുക്കിത് കിട്ടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടുത്ത വീഡിയോ